ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റേതര നക്ഷത്ര. അപ്പം നമ്മുടെ വീഡിയോ കാണി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. എൻ്റെ വോയിസ് അടിപൊളിയാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്കിപ്പോൾ ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് വോയിസ് ശരിയായി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളൊരു അമ്പലത്തേക്ക് പോകാറുണ്ടാണ്. ഞങ്ങൾ പോകാറ് എല്ലാവരും കൂടി തീരുമാനിച്ചു. അപ്പം ഞാനും ചേട്ടനും 3 ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ 3 മണിക്ക് എഴുന്നേറ്റ് റെഡിമെയ്ഡ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലേക്കുള്ള ഫുഡ് അതായിരുന്നു. ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോയി. വെളിയിൽ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടിയൊക്കെയുള്ളതല്ലേ, ഋതുക്കുട്ടനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഋതുക്കുട്ടൻ ഇതാ ഇവിടെ ഈ ഡാം എത്തുമ്പോഴേക്കും എൻ്റെ മടിയിൽ ഫുള്ള് ഛർദ്ദിച്ചു. ഞാൻ സാരിയൊക്കെയാണ് ഉടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫുള്ളും ഛർദ്ദിച്ചു കേട്ടോ. ഛർദ്ദിച്ച് ചേട്ടൻ്റെ മടിയിൽ ഫുള്ള് ഛർദ്ദിച്ച് അവനെ അവിടെ നിന്ന് കുളിപ്പിച്ച് റെഡിയാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് അവന് ഛർദ്ദിയായിരുന്നു കേട്ടോ. അതായത് ട്രാവൽ ചെയ്തില്ലേ, അപ്പോൾ അതുകൊണ്ട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ മുന്നെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ ഡാമാണ് കേട്ടോ. അവിടുത്തെ ഡാം ഫസ്റ്റുള്ള ഡാമാണ്. പിന്നെ അവിടെ അതിൻ്റെ ഉള്ളൊരു ക്ഷേത്രം ഉണ്ടാവും, അതിനുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. ഞാനൊന്നും കുളിച്ചില്ല കേട്ടോ, ഏട്ടനാണ് കേട്ടോ കുളിച്ചിട്ടുണ്ടായിരുന്നത്. ആ വെള്ളം പറഞ്ഞാൽ നല്ല തണുപ്പാണ് പറഞ്ഞാൽ നല്ല തണുപ്പ്. അതായത് നമ്മുടെ അടുത്ത വെള്ളം പോലും നല്ല തണുപ്പ്, കാലൊന്നും വെക്കാൻ പറ്റില്ല, അത്രയും തണുപ്പുള്ള നല്ല ഒഴുക്കുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഭസ്മൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലൊക്കെ തൊഴുതി ഭസ്മൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റൈലിൽ ഭസ്മൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ. പിന്നെ ഞങ്ങൾ സാരിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഛർദ്ദിച്ചതായൊക്കെ സാരിയൊക്കെ മാറ്റി വേറെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു വീഡിയോ കേട്ടോ, ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ എടുത്താണ്. പിന്നെ വേണ്ട കാട് പോലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ നിറയെ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരം നടന്നിട്ട് വേണം ആ വെള്ളച്ചാട്ടം കാണാൻ കേട്ടോ. വെള്ളച്ചാട്ടം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾക്കൊക്കെ പോകാൻ തോന്നി, നിങ്ങളെല്ലാവരും അടിപൊളിയുള്ള സ്ഥലമുണ്ട്, എല്ലാവരും പോയി നോക്കുക കേട്ടോ. അപ്പോൾ എന്താണ് കണ്ടോ, മലമേലെയാണ് കേട്ടോ, മലേൻ്റെ മേലെയാണ്. അപ്പോൾ അടിപൊളി അമ്പലമൊക്കെ അടിപൊളി. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ ഫുഡേ കഴിക്കാൻ അയച്ചില്ല കേട്ടോ കുരങ്ങന്മാർ. നമ്മൾ ഫുഡ് കഴിക്കുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഓടുന്നു. ഞാനൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കുരങ്ങന്മാരുടെ ശല്യം കൊണ്ട് നമുക്കൊക്കെ എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും പറയില്ല കുരങ്ങന്മാരുടെ ശല്യമാണ്. നമുക്ക് അത് അവിടെ പോയപ്പോൾ തന്നെ അനുഭവം കിട്ടിയപ്പോൾ തന്നെ ഒരു പേടിയൊക്കെ ആയിട്ടോ. കുരങ്ങന്മാർ നമ്മളെ കഴിക്കാനേ അയക്കുന്നുണ്ടായിരുന്നില്ല. ചപ്പാത്തി ഉള്ളിക്കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അതൊന്നും അയച്ചേ ഇല്ല. ഈ വെള്ളച്ചാട്ടത്തിന് താഴെ പോയി നിൽക്കുക കേട്ടോ. ഋതുക്കൂട്ടൊന്നും കുളിക്കാൻ അത്ര നിന്നില്ല, അതിൻ്റെ ചാറ്റൽ പോലെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട് എല്ലാവരും വന്നിട്ട് താഴത്ത് വന്ന് നിൽക്കണു, നമ്മൾ കുളിക്കാൻ പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം, അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു പറമ്പിക്കുളം പോയാലോ എന്നിട്ട്. പറമ്പിക്കുളം പോയി കൊണ്ടിരിക്കുകയാണ് ഞാനും ഞങ്ങൾ എല്ലാവരും കൂടി കേട്ടോ. പറമ്പിക്കുളം ഒരു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു, പറമ്പിക്കുളം പോവാമെന്ന്. അപ്പോൾ കിലോമീറ്ററൊക്കെ നോക്കിയപ്പോൾ നല്ല ദൂരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തിരുപ്പൂർ നല്ല ദൂരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരി ഞങ്ങൾ പറമ്പിക്കുളത്തേക്കൊക്കെ പോവുക, അവിടെ പോയി അടിച്ചു കുളിക്കാതെ. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊറോണ സമയമായിരുന്നു, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളിലോട്ട് അങ്ങോട്ട്. അപ്പോൾ അവർ കടത്തി വിടില്ല, സമയം വഴുകി, അങ്ങനെ വേണ്ട ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഇന്നും. അപ്പോൾ നമ്മളവിടെ വെളിയിൽ പോയിട്ട് വണ്ടി നിർത്തിയിട്ട് അവരുടെ ബസ്സിൽ കയറും. അപ്പോൾ അതിൽ ബസ്സിൽ കയറാൻ 400 രൂപയാണ്. ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ അവിടെ അനിമൽസിനെയൊക്കെ കാണാനാണ്. അപ്പോൾ അനിമൽസൊക്കെ കാട്ടുകൂടെയാണ് കേട്ടോ പോകണം. ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. അപ്പോൾ അങ്ങനെ 10 കിലോമീറ്ററായിട്ട് പോകാൻ വേണ്ടി പോയി. എന്നിട്ട് ആ 10 കിലോമീറ്ററിൽ നമ്മുടെ വണ്ടി അന്ന് ഞങ്ങളുടെ വണ്ടി കിട്ടിയിട്ട് ഞങ്ങൾക്ക് ബസ്സിൽ കയറേണ്ട അവസ്ഥ വന്നില്ല. നമുക്ക് നമ്മുടെ വണ്ടി അവരെടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ പോകുമ്പോൾ അവർ നമ്മുടെ വണ്ടിയിൽ ഒരു ചേച്ചി കയറും. അപ്പോൾ ആ ചേച്ചി നമ്മുടെ കൂടെ കയറിയിട്ട് ഒരു 3 വണ്ടി ആ ചേച്ചി നോക്കി. അപ്പം നമ്മൾ 3 വണ്ടി ആ ചേച്ചി വണ്ടിയിലിരിക്കും. എന്നിട്ട് നമുക്ക് അവിടെ കാട്ടിൽ ആന വന്നത് കാണിച്ചു തരും, മാന് വന്നാൽ കാണിച്ചു തരും. ഞങ്ങൾ 2 ആനനെയും ഒരു മാനിനെയും ഒരു കുരങ്ങിനെയും പിന്നെന്താ കണ്ട് ഇതിനെയാണ് കേട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കണ്ടില്ല. പിന്നെ 10 കിലോമീറ്റർ മല ഇങ്ങനെ കയറി പോവല്ലേ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര യാത്ര ചെയ്തു. വേറെ ഒന്നും വന്നില്ല. ആനയൊക്കെ 2 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ആനിമൽസൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. കുറേ പ്രതീക്ഷയോടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിപ്പോൾ പോയപ്പോൾ അയ്യോ എനിക്ക് അത് കാണാം ഇത് കാണാം. പക്ഷേ വണ്ടിയിൽ പോയപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അനിമൽസൊക്കെ ഒരു ഉച്ച നേരത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിയാകുമ്പോഴാട്ടോ കയറി. 3:30 വരെ കേട്ടോ അലോഡുള്ളൂ. 10 മണി ടു 3:30 വരെ അലോഡുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളതാണ്ട സ്ഥലം കണ്ട റോഡ് കയറി ഇങ്ങനെ വരണം. ഒരുപാട് കുരങ്ങന്മാർ കറുപ്പുള്ള ഒരു കറുപ്പ്
ഉള്ള കുരങ്ങന്മാരിനെയൊക്കെ കണ്ടു. പിന്നെ വലിയ ഡാം ഉണ്ടായിരുന്നു അവിടെ. അതായത് അനിമൽസ് ആ സമയത്ത് വെയിലല്ലേ, ആ സമയത്ത് പുറത്തിറങ്ങില്ലല്ലോ, ഒരു വൈകുന്നേര സമയത്ത് വെളിയിൽ ഇറങ്ങുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ പോയി. ഒന്നും കാണാൻ പറ്റിയില്ല. 2 ആനനെ കണ്ടു. അപ്പോൾ അവിടെ കുറേ ആനൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അവർ ചീത്ത പറയിട്ടു എന്നാൽ നമ്മുടെ മുന്നത്തെ കാറിട്ട്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുക പറഞ്ഞാൽ അവർ സമ്മതിക്കുകയില്ല. നമുക്ക് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ കാണാം കേട്ടോ. ആനനെയും മാനിനെയും മയിലിനെയൊക്കെ എല്ലാത്തിനും കാണാം കേട്ടോ. ഫസ്റ്റ് പോയി കണ്ടത് നമ്മൾ മയിലാണ് കേട്ടോ. മയിലാണ് കണ്ടത്. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നത് തന്നെയല്ലേ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ മയിലിനെ കണ്ടു, പിന്നെ മാനിനെ കണ്ടു, പിന്നെ ആന അതിനെയൊക്കെ കണ്ടു. ഋതുക്കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ അവിടുത്തെ ഡാമാണ് കേട്ടോ, ഡാമിനെയും കുറച്ച്. അപ്പോൾ ഡാമിലൊക്കെ നിറയെ വെള്ളമുണ്ട് കേട്ടോ, നിറയെ വെള്ളം എല്ലാം ഉണ്ട്. കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പോയി നോക്കുക കേട്ടോ. നിങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ, പറമ്പിക്കുളം എങ്ങനെയുണ്ട് എന്ന് നോക്കുക കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഇതാട്ടോ മാൻകുട്ടികൾ നിറയെ ഉണ്ടായിരുന്നു. മാൻകുട്ടികൾ അങ്ങോട്ട് 2-3 മയിലും മാൻകുട്ടികളിലൊക്കെ 2-3 ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കണ്ടതാണെങ്കിൽ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യുക. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റിയത്, അതായത് ഓരോ സ്ഥലത്തും ഓരോന്നിനെ കണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് പറമ്പിക്കുളത്തേക്കൊന്ന് പോയി നോക്കുക. ഞാനിതാ അവിടെ പറമ്പിക്കുളത്തിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ പോകാൻ തോന്നുന്നുണ്ട്, പോവുക, അടിപൊളിയാണ്. അപ്പോൾ കുഴപ്പമില്ല. അനിമൽസിനെയൊക്കെ കാണാൻ വേണ്ടി നമുക്ക് പോകണം. ടാറ്റാ ബൈ, ഇത്രയേ ഉള്ളൂ കേട്ടോ.